അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഖത്റുന്നത ക്ലാസ് തുടരുകയാണ്. ഇനി നമുക്ക് പറയാനുള്ളത് അൽ മഫ്ഊലു ഫീഹിയാണ്. അൽ മഫ്ഊലു ഫീഹി എന്നുള്ളത് കൂഫക്കാരെ തസ്മിയത്ത് അവർ പറയുന്നതാണ് അൽ മഫ്ഊലു ഫീഹി. ബസ്രക്കാരെ തസ്മിയത്ത് അവർ പറയലെന്ന് പറഞ്ഞാൽ സർഫ് എന്നാ. അപ്പോൾ സർഫ് എന്നുള്ളത് ബസ്രക്കാരെ പറച്ചിലും അൽ മഫ്ഊലു ഫീഹി എന്നുള്ളത് കൂഫക്കാരെ പറച്ചിലുമാണ്. നോക്കാം. വറാബിഉ മിനൽ മഫായിലി, മഫ്ഊലുകളിൽ നിന്നും നാലാമറ്റത് അൽ മഫ്ഊലു ഫീഹി, അത് അൽ മഫ്ഊലു ഫീഹിയാണ്. വയുസമ്മ, അതിനെ പറയപ്പെടും, പേര് വിളിക്കപ്പെടും സർഫൻ എന്നും. അത് ബസ്രക്കാരെ പേരാണ്, നമ്മൾ പറഞ്ഞു. വഹുവ, ഈ സർഫ് അല്ലെങ്കിൽ അൽ മഫ്ഊലു ഫീഹി എന്ന് പറഞ്ഞാൽ ഒന്നാണ്. ഐ ഇസ്മു, അതായത് ഒരു ഇസ്മാണ്. ഐ ഇസ്മു സമാനിൻ, സമാൻ്റെ ഇസ്മാണ്. ഔ മക്കാനി, അല്ലെങ്കിൽ മക്കാൻ്റെയോ. അപ്പോൾ സമാൻ്റെയോ മക്കാൻ്റെയോ ഇസ്മാണ്. അതാണ് അൽ മഫ്ഊലു ഫീഹി എന്ന് പറയുന്നത്. പിന്നെ എങ്ങനത്തെ മഫ്ഊലു ഫീഹിയാണ്? സുല്ലിത അലൈഹി, ആ മഫ്ഊലു ഫീഹിൻ്റെ മേൽ അധികാരം നൽകപ്പെട്ടു. ആമിലുൻ, ആർക്ക്? ആമിലിന്, അഥവാ അതിന് നസ്ബ് കൊടുക്കുന്ന ആമിലിരിക്കത്, ആമിലിന് അധികാരം നൽകപ്പെട്ടു. എങ്ങനത്തെ ആമിലാണ്? യൻസിബു, ആമിൽ നസ്ബ് ചെയ്യും ഹു, ആ മഫ്ഊലു ഫീഹിയെ. ഏതടിസ്ഥാനത്തിലാണ്? അലാ മാന ഫീ എന്ന മാന അടിസ്ഥാനത്തിലാണ്. അപ്പം ഇൽ എന്ന മാന കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ആ പ്രവൃത്തിൻ്റെ ഹുസൂൽ ഉണ്ടാവൽ, അത് നോക്കൽ എന്താ, ഒരു സമാനിലോ അല്ലെങ്കിൽ ഒരു മക്കാനിലോ ആയിരിക്കും. പിന്നെ വഹ്തറസ ബിഹാദൽ ഖൈദി, ഈ ഒരു ഖൈദ് കൊണ്ട്, അഥവാ ഫീൻ്റെ മാന ആവണമെന്ന് പറഞ്ഞല്ലോ, ആ ഒരു ഖൈദ് കൊണ്ട് മുസന്നിഫ് സൂക്ഷിച്ചു. അൻ നഹ്വി യൗമൻ, യൗമം പോലോത്തതിനെ തൊട്ട്, ഹൈസ് പോലോത്തതിനെ തൊട്ട്, മിൻ നഹ്വി ഖൗലിഹി തആല, അള്ളാഹുവിൻ്റെ ഖൗല് പോലോത്തതിൽ നിന്ന്. എങ്ങനത്തെ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി, വത്തഖൂ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുന്ന, അത് ദിവസത്തിൽ നല്ല, ദിവസത്തെ, ഇവിടെ അഫ്ഊലും ബിഹിയ. അപ്പോൾ നിങ്ങളെ മടക്കപ്പെടുന്ന ആ ഒരു ദിവസത്തെ നിങ്ങളെന്ത് ചെയ്യ്? സൂക്ഷിക്കുക. യൗമൻ എന്നാ, ദിവസത്തെ എന്നാ, ദിവസത്തിൽ നല്ല. വഖൗലിഹി തആല, അതുപോലെ തന്നെ അല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലതഹു എന്നാ, ഹൈസു യജ്അലു റിസാലതഹു. അവിടെ ഹൈസുനെ മഫ്ഊലാക്കി ഷാരിഹും, അതുപോലെ തന്നെ ഇബ്നു ഹിഷാം റഹ്മഹുള്ളൊക്കെ എന്താണ് മഫ്ഊലായിട്ടാണ് ഇറാബ് പറയുന്നത്. അപ്പോൾ ആ നിലക്കാണ് അവർക്ക് തെളിവ്. അതല്ലാതെ ഈ ഹൈസൂനെ സർഫായിട്ട് ഇറാബ് വെച്ച ആളുകളുണ്ട്, സർഫായിട്ട് വെച്ചാലും കാണാൻ പറ്റുന്നുണ്ട്. അല്ലാഹു അലം. ഏതായാലും ഇബ്നു ഹിഷാം റഹ്മഹുള്ളൊക്കെ ശർഹ് തെളിവ് പിടിച്ചത് ഹൈസൂന. അപ്പോൾ ഇതെന്താണ്? ഒരു മഹദൂഫായ ഫീലിൻ്റെ അഫൂലായിരിക്കും. അപ്പോൾ യാലമു നോക്കണം, യാലമു ഹൈസു. അപ്പോൾ എന്താണ് അതിൻ്റെ മാന വരിക? അള്ളാഹു ആലമു ഹൈസു യജ്അലു റിസാലതഹു എന്ന് പറയുമ്പോൾ അള്ളാഹു നല്ലവണ്ണം അറിയുന്നവനാണ് തൻ്റെ റിസാലത്ത്, അഥവാ ദൗത്യം ഏർപ്പെടുത്തേണ്ടുന്ന ഇടം എന്ന്, ഏതാണെന്ന്. അപ്പോൾ യാലം എന്ന അപ്പോൾ അങ്ങനെ വരുമ്പോൾ മഹദൂഫായ ഒരു ഫീലിൻ്റെ മഫ്ഊലായിട്ടാണ് വരിക. അപ്പോൾ യാലമുൻ്റെ മഫ്ഊലായിരിക്കും. അതല്ല സർഫായിട്ടും ചില മൗരിബീങ്ങൾ, ഖുർആൻ്റെ മൗരിബീങ്ങൾ എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും, സർഫായിട്ട് പറഞ്ഞവരുണ്ട്. അപ്പോൾ മഫ്ഊലാക്കി വെക്കുമ്പോഴാണ് ഇബ്നു ഹിശാമൊക്കെ തെളിവ് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഫഇന്നഹുമായി, കാരണം ഇവ രണ്ടും എന്താണ്? മഫ്ഊലും ബിഹിയാണ്, ഇല്ല എന്നർത്ഥമല്ല. ലാ മഫ്ഊലും ഫീഹി അല്ല. ലി കൗനിഹിമ, അവ രണ്ടും ആയ കാരണത്താൽ, ലൈസ ലാ മാന ഫീൻ്റെ മാനയിൽ അവ രണ്ടും അല്ലാത്ത കാരണത്താലാണ്. ലൈസാൻ്റെ ഫീൻ്റെ മാന അല്ലയിൽ. ഇനി സുമ്മൽ മൻസൂബ് അല സർഫിയ, സർഫിയത്ത് അടിസ്ഥാനത്തിൽ നസ്ബ് ചെയ്യപ്പെടുന്നത് മിൻ ഇസ്മി സമാനിൻ, ഇസ്മു സമാനിൽ നിന്ന്. അത് മത്തിന് വെച്ച് നോക്കുമ്പോൾ ശരിക്കും ആ മാൻ്റെ എന്താ ബയാനായിട്ട് വരും. വൽ മഫ്ഊലു ഫീഹി ആകുന്നത് വഹുമ ഒന്നാണ്. സുല്ലിത അലൈഹി ആമിലുൻ അലാ മാന ഫീ, അതെന്തിനാൽ മിൻ ഇസ്മി സമാനിനാൽ അങ്ങനെ വരും. ഇവിടെ നമുക്ക് മൻസൂബിൽക്ക് വേണമാക്കാം. അപ്പോൾ നോക്കാം. സുമ്മൽ മൻസൂബു, പിന്നെ മൻസൂബ് നസ്ബ് ചെയ്യപ്പെടുന്നത് അല സർഫിയത്ത് അടിസ്ഥാനത്തിൽ, അതെന്തിനാൽ? മിൻ ഇസ്മി സമാനി, ഈ ഇസ്മു സമാനിനാൽ. അത് ഒന്നുകിൽ എന്തായിരിക്കും? മിമ്മ മുഖ്തസുൻ, ഇസ്മു സമാൻ ഒന്നുകിൽ മുഖ്തസായിരിക്കും. മുഖ്തസ് അല്ലെങ്കിൽ മുഹദ്ദദ് അല്ലെ എന്നൊക്കെ പറയലുണ്ട്. മുഹദ്ദദ് എന്ന് പറഞ്ഞാൽ എന്താ? അത് എന്താണ്? ഒരു പരിധി ഉണ്ടാവും. എന്താണ്? സമാനെ തൊട്ടൊരു പരിധി ഉള്ളതായിരിക്കും, മുഹദ്ദദായിരിക്കും. ഇപ്പോൾ യൗമുൽ ഖമീസാണ്, വെള്ളിയാഴ്ച ദിവസം, ഒരു പരിധി ഉണ്ടല്ലോ. സാഅത്തു ദുഹർ, ഇതേപോലത്തതൊക്കെ അതെന്താണ്? മുഖ്തസായിരിക്കും. അതേപോലെ തന്നെ ഈ സർഫു സമാനിലെ മുബ്ഹമുണ്ട്. അതെന്താ? ആ സമാനിലെ തൊട്ട് ഒരു ഗൈർ മുഹദ്ദദ, സമാനെ കൊണ്ട് ഒരു പരിധി ഉണ്ടാവുക, ഗൈർ മുഹദ്ദദാണ്.
ഹീന്, വഖ്ത്, സമാൻ, അതുപോലെ അമദ്, അബദ്, അബദ എന്നൊക്കെ പറയും. ഇതൊക്കെ ഗൈറു മുഹദ്ദദ എന്നൽക്കാ പറഞ്ഞു. അപ്പോൾ ഇമ്മാ മുഖ്തസരിക്കും സമാൻ ഇമാ മുഖ്തസറ വഹുവ അത് മാ ഒന്നാണ് യഖൗ ജവാബല്ലി മത്ത, മത്താൻ്റെ ജവാബിൽ മാ ഒന്നാണ് യഖൗ അത് സംഭവിക്കും ജവാബല്ലി മത്താൻ്റെ ജവാബായിട്ട്. കയവും എപ്പോൾ നോക്കുമ്പോൾ ദിവസത്തിൽ ആണോ, കയവുമിൽ ഖമീസ് പോലെ അത് മുഹദ്ദദാണല്ലോ, പരിധിയുള്ളതാണ്. വ ഇമ്മ മഅദൂദുൻ അല്ലെങ്കിൽ എണ്ണപ്പെടുത്ത മഅദൂദായിരിക്കും. വഹുവ അതാകട്ടെ മാ ഒന്നാണ് യഖൗ ജവാബല്ലിക്കം കമ്മിൻ്റെ ജവാബിൽ സംഭവിച്ച ഒന്നാണ്. കല്ലുസ്ബു പോലെ, ആഴ്ച, വശഹർ പോലെ, മാസം പോലെ, വൽ ഹൗല് വർഷം പോലെ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ മുഖ്തസുകളുണ്ടാവും. ഓ ഇമ്മ മുബഹം ഉണ്ടാവും. മുബഹം നമ്മൾ പറഞ്ഞു അത് ഗൈർ മുഹദ്ദദായിരിക്കും. ഇമ്മ മുബഹം ഒന്നിക്കൽ മുബഹമായിരിക്കും. വഹുവതെന്താ അമ്മ ഒന്നാണ് ലാ യഖൗ ജവാബല്ലി ഷൈഇ മിൻഹുമ അപ്പം പറഞ്ഞ രണ്ടിലൊന്നിൻ്റെയും ജവാബായിട്ട് സംഭവിക്കാത്ത ഒന്ന്, കമ്മിൻ്റെയും മത്തൻ്റെയും. കൽ ഹീന് പോലെ, വഖ്ത് പോലെ, നമ്മൾ പറഞ്ഞില്ലേ ഹീന്, വഖ്ത്, അമദ്, അബദൊക്കെ അതിൽപ്പെട്ടതാണ്. അത് ഇവിടെ പറഞ്ഞിട്ടില്ല. വകുല്ലു ദാലിക ഇത് അതെല്ലാം തന്നെ യഖ്ബലു നസ്ബ. ഇനി ഈ സർഫ് സമാനിലെന്ത് അത് മുബഹമായാലും ശരി, അതല്ല മുഖ്തസ് മുഹദ്ദദായാലും ശരി, അത് നസ്ബ് സ്വീകരിക്കും. എന്നാൽ സർഫ് മക്കാനിൽ വ്യത്യാസമുണ്ട്. അവിടെ മുബഹമാണ് എന്ത് ചെയ്യുക, നസ്ബ് ഇട്ടുക, മറ്റൊക്കെ ഫീ കൊടുക്കല നമ്മൾ പറയും. അതാ പറയാൻ കാരണം. അപ്പോൾ എന്താണ് വകുല്ലു ദാലിക എന്ന് പറഞ്ഞാൽ ഏതാ, മുഖ്തസായാലും ശരി, സർഫ് സമാ മുഖ്തസായാലും ശരി, മുബഹമായാലും ശരി, യഖ്ബലു നസ്ബിനെ സ്വീകരിക്കും. അലാ കൗനിഹി മഫ്ഊലൻ ഫീഹി, അലാ കൗനിഹി അതാവുക എന്ന അടിസ്ഥാനത്തിൽ, മഫ്ഊലൻ ഫീഹി ആവുക എന്ന അടിസ്ഥാനത്തിൽ. കസുംതു യൗമൽ ഖമീസ് കേട്ടോ, യൗമുൽ ഖമീസിൽ ഞാൻ നോമ്പനുഷ്ഠിച്ചു. ഹീനിൽ ഹീൻ എന്നറിയില്ലേ, ഒരു ഹീനിൽ. ഔ ഉസ്ബുവൻ പ്രതിവാരത്തിൽ, അത് ആഴ്ചയിൽ എന്ന് പറയുമല്ലോ ഉസ്ബു. ഹീന് എന്ന് പറഞ്ഞാൽ ഒരവസരത്തിൽ അങ്ങനെയൊക്കെ പറയും മലയാളം, അങ്ങനെ പറയലുണ്ടല്ലോ. ഹൈനമ്പായത് ഹൈൻ എന്ന് പറഞ്ഞാൽ എന്താ പലപ്പോഴായി, ചിലപ്പോൾ എന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ ഇതേത് ശരി, ജമാൻ്റെത് മുഖ്തസായാലും ശരി, മുബഹമായാലും ശരി, എന്താണ് നസ്ബ് സ്വീകരിക്കും. അമ്മ ഇസ്മുൽ മക്കാൻ എന്നാൽ ഇസ്മുൽ മക്കാൻ ഫലാ യുൻസബു മിൻഹു അതിൽ നിന്ന് നസ്ബ് ചെയ്യപ്പെടുകയില്ല. അല സർഫിയത്തി സർഫിയത്ത് അടിസ്ഥാനത്തിൽ ഇല്ലാ മാ കാന മുബഹമൻ, ഇല്ലാ മാ ഒരു ഇസ്മു മക്കാൻ ഒഴികെ കാൻ അതാകുന്നു മുബഹമൻ മുബഹമാണ്. അപ്പോൾ മുബഹമായ ഇസ്മു മക്കാൻ അല്ലാതെ എന്ത് ചെയ്യില്ല, നസ്ബ് ചെയ്യപ്പെടൂല. വൈലൈഹി അതിലേക്കാണ് അഷാറ മുസന്നിഫ് ഇഷാറത്താക്കി ബിഖൗലിഹി തൻ്റെ കൗല് കൊണ്ട് അവിസ്മി മക്കാനിൻ അല്ലെങ്കിൽ ഇസ്മു മക്കാൻ. എങ്ങനത്തെ മക്കാൻ, മുബഹമിൻ. എങ്ങനത്തെ ഇസ്മാണ്, മുബഹമായ ഇസ്മു മക്കാൻ. എന്താ സർഫ് മക്കാനിലും ഉണ്ട് മുബഹമ് മുഖ്തസ് എന്ന് പറയും. മുഖ്തസ് എന്ന രണ്ട് ഭാഗം. എന്താണ് സർഫ് മക്കാനിൽ മുബഹം എന്ന് പറയുമ്പോൾ ആ മക്കാൻ ഒരു ഗൈർ മുഅയ്യനായിരിക്കും. ഗൈർ മുഅയ്യനായിരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്ത് പറയുക, ഒരു സൂറത്തില്ല എന്ന് പറയും, ഒരു രൂപമല്ല, അല്ലെങ്കിൽ ഗൈർ മുഅയ്യൻ ഇങ്ങനെയൊക്കെ പറയും. തഹ്ത്ത്, യമീന്, മക്കാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ യമീൻ എടുത്ത് ഇങ്ങനെ ഒരു സൂറത്തില്ല, ഒരു ഗൈർ മുഅയ്യനാണ്. നേരെ മറിച്ച് അതിൽ എന്തുണ്ട്, മുഹദ്ദദ് അല്ലെങ്കിൽ മുഖ്തസായ മക്കാനും ഉണ്ട്. അതെന്താ, ഒരു മുഅയ്യനായ ഒരു നിർണിതമായ മക്കാനെ അറിയിക്കൽ എന്നതാ നിർണിതമായി, അല്ലെങ്കിൽ ഒരു സൂറത്തുണ്ടാവും, ഒരു പരിധിയുള്ള ഒരു രൂപം, മഹ്ദൂദായൊരു രൂപം ഉണ്ടാവും. ഇപ്പോൾ ദാറ്, മദ്രസ്, മസ്ജിദ്, മക്തബ് എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു മുഅയ്യനാണല്ലോ പള്ളി, അതിന് മുഅയ്യനായ മക്കാനാണത്, നിർണിത മക്കാനാണ്. അതിലൊരു സൂറത്തുണ്ട് അതിന് പിടിട്ടോ, മറ്റേത് അത് ഉണ്ടാവില്ല. അതാണ് മുബഹം എന്ന് പറഞ്ഞത്. അപ്പോൾ മുബഹം മാത്രമേ മക്കാനിന് നസ്ബിനെ സ്വീകരിക്കുമെന്ന് അർത്ഥം. ഇനി നോക്കുക, വൈലൈഹി അഷാറ ബി ഖൗലിഹി അവിസ്മി മക്കാനിൻ മുബഹമിൻ. അതിലേക്കാണ് മുസന്നിഫ് ഇഷാറത്താക്കിയത് എന്ത്, തൻ്റെ കൗല് കൊണ്ട് അവിസ്മി മക്കാനിൻ മുബഹമിൻ എന്ന്. വഹുവ സലാസത്തു അഖ്സാം. ഈ മുബഹമായ മക്കാൻ എന്ന് പറയുമ്പോൾ 3 ടൈപ്പാണ്. അഹദുഹ അതിൽ 3 ടൈപ്പിൽ ഒന്ന് അൽ ജിഹാത്തു സിത്തു 6 ഭാഗങ്ങൾ. കൽ അമാം പോലെ, വൽ ഫൗക്ക് പോലെ, വൽ യമീൻ പോലെ. വ അക്സിഹിൻ അവയുടെ നേരെതിര്. അപ്പോൾ എത്രയായി, 3 എണ്ണത്തിനെതിരാകുമ്പോൾ 3 6ആയി. ഏതൊക്കെ, അയ്യൽ വറ അമാമ് വറ, വ തഹ്തി ഫൗക്കിൻ്റെ, വൽ യമീൻ വശിമാൽ ളാഹിറായ കാര്യമാണ്. വഷാറ ബി ഖൗലിഹി വനഹ്വിഹിന്ന അത് പോലോത്തത് കൊണ്ട് മുസന്നിഫ് തൻ്റെ കൗല് കൊണ്ട് ഇഷാറത്താക്കി ഇങ്ങോട്ടില്ല. അന്നലിൽ ജിഹാത്തി സിത്തി ജിഹാത്തു സിത്ത് തീർച്ചയായും ജിഹാത്തു സിത്തക്കുണ്ട് അൽഫാദൻ ചില ലഫ്ദുകൾ, ഉഖറു മറ്റു ചില ലഫ്ദുകളുമുണ്ട്. കൽ അസ്ഫൽ പോലെ വദാത്തിൽ യമീൻ വദാത്തിൽ ഷിമാൽ ഇതൊക്കെ അതിനുള്ള അൽഫാദുകളാണ്, ഇതൊക്കെ അതിൽപ്പെടും. വയൽതഹിഖു ബിൽ ജിഹാത്തി ജിഹാത്തുകളോട് ചേർക്കും. മാ ഒന്ന് ഇൽതഹക ചേർക്കൽ ചേരുക. വയൽതഹിഖു ബിൽ ജിഹാത്ത് ജിഹാത്തുകളോട് കൂടിച്ചേരും. മാ ഒന്ന് ഒരു ഇസ്മ എങ്ങനത്തെ അഷ്ബഹ ജിഹാത്തുകളോട് സാദൃശ്യമായ. ഫിൽ ഇബ്ഹാമിൽ അപ്പം ഇബ്ഹാമിൽ ഈ ജിഹാത്തുകളോട് സാദൃശ്യമായ ഒന്നും ജിഹാത്ത് ഈ ഇതിനോട് എന്ത് ചെയ്യും, കൂടിച്ചേരുന്ന. ഏതുപോലെയൊക്കെ ഇന്ത പോലെ ഇബ്ഹാമാണുള്ളത്.
എന്ത പോലെ, ലത പോലെ, അടുക്കൽ എന്നറിയല്ലോ, വലദുൻ പോലെ, വനാഹിയത്തിൻ പോലെ, മക്കാനിൻ പോലെ, ഇവകളൊക്കെ ഈ ജിഹാത്തുകളോട് ചേർക്കപ്പെടും. കാരണം ഇബ്ഹാമിന്റെ വിഷയത്തിൽ ഒന്നായതുകൊണ്ട്. ഇനി 3 ടൈപ്പാന്ന് പറഞ്ഞാൽ ഇബ്ഹാമു വസാനിഹിമ, രണ്ടാമത്തേത് വൽ മഖാദീറു, അളവുകളാണ്. ഐ അദ്ദാലത്തു അലാ മസാഫത്തിൻ മഅലൂമ, ഒരു മഅലൂമായ അറിയപ്പെട്ട മസാഫത്ത്, ദൂരത്തിന്റെ മേൽ അറിയിക്കുന്നത്, അതാണ് അൽ മഖാദീർ. മഖാദീർ എന്ന് പറഞ്ഞാൽ ഐ അദ്ദാലത്ത് അറിയിക്കുന്നതാണ്, അലാ മസാഫത്തിൻ മഅലൂമ അറിയപ്പെട്ട എന്തൊരു ദൂരത്തിന്റെ മേൽ. ഇതുപോലെ കൽ ഫർസഖ്, ഫർസഖ് പോലെ. ഫർസഖ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു അളവാണ്, അഥവാ ഒരു 1.25 നാഴിക അകലം ഇതിനൊക്കെ പറയും. വൽ മീല്, മീല് പോലെ, മൈല്. വൽ ബരീദ് പോലെ, ബരീദ് എന്ന് പറഞ്ഞാൽ 12 മൈൽ ദൂരത്തിന് പറയും. ഇതൊക്കെ അളവുകളാണ്, ഇവകളെപ്പോലെ. വസാലിസുഹുമ, പിന്നെ മൂന്നാമത്തേത്, അതിൽ മൂന്നാമത്തേത് 3 ടൈപ്പ് എന്ന് പറഞ്ഞല്ലോ. മൂന്നാമത്തേത് ഒന്നാണ്, ശരിക്കും ശ്രദ്ധിക്കുക. സീഗ, അതിനെ എടുക്കപ്പെടും മിൻ മസ്ദരി ആമിലിഹി, അതിൻ്റെ ആമിലിൻ്റെ, ഈ ഹി എന്ന് പറഞ്ഞാൽ ഈ മഫൂലു ഫീഹിൻ്റെ ആമിലുണ്ടല്ലോ, അതിനെ നസ്ബ് എടുക്കുന്നത്, ആ ആമിലിൻ്റെ മസ്തറിൽ നിന്ന് എടുക്കപ്പെടുന്ന ഒരു ഇസ്മ. അല്ലതി, എങ്ങനത്തെ ആമിലാണ്? സുല്ലിത്ത, അതിന് അധികാരം നൽകപ്പെട്ടു, അലൈഹി, ഈ മഫൂലു ഫീഹിൻ്റെ മേലെ. അപ്പോൾ മഫൂലു ഫീഹിൻ്റെ മേലെ അധികാരം നൽകപ്പെട്ടതായ അതിൻ്റെ ആമിലിൻ്റെ മസ്തറിൽ നിന്നും എടുക്കപ്പെടുന്ന ഒന്ന്. അതാ നോക്കാം നമുക്ക്. മഖദിൻ, അതിൻ്റെ ലഫ്ദ് തന്നെയുള്ളതായിരിക്കണം. അത് അൽഫിയൽ ഇബ്നു മാലിക് പറയുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് അൽഫിയൽ വിശദമായിട്ട് വരുന്നുണ്ട്. മഖാദ് പോലെ, ഫി ഖൗലിക, നിന്റെ കൗലിലുള്ള. ഖഅത്തു, ഞാനിരുന്നു, മഖാദ സെയ്ദിൻ, സെയ്ദിൻ്റെ ഇരിക്കുന്ന സീറ്റിൽ, കണ്ടോ, സെയ്ദിൻ്റെ ഇരിപ്പിടത്തിൽ. അപ്പോൾ ഖഅത്തു മഖഅദ, മഖഅദ എന്നുള്ള ഇവിടെ സർഫു മക്കാനാണ്. അപ്പോൾ ഇവിടെ ഫൽ മഖാദു എന്നുള്ളത് മസൂഖുൻ, എടുക്കപ്പെട്ടതാണ്, പിടിച്ചെടുക്കപ്പെട്ടതാണ്, മിനൽ ഖുഊദ് എന്ന മസ്തറിൽ നിന്ന്. അല്ലതി, എങ്ങനത്തെ ഖൂദാണ്? ഹുവ മസ്തറുൻ ലി ആമിലിഹി, ആ മഫൂലു മഖദ എന്ന സർഫുണ്ട്, മഫൂലു ഫീഹി ഉണ്ടല്ലോ, അതിൻ്റെ ആമിലിൻ്റെ മസ്ദറായ, അതിൻ്റെ ആമിലിൻ്റെ ആമിലേതാ? ഖാദ, അതിൻ്റെ മസ്തറിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടതാണ്. അതിൻ്റെ മസ്തർ ഏതാ? ഖുഊദ്, അതിൽ നിന്ന് പിടിക്കും. മസ്തർ എന്നാണത് എടുക്കപ്പെടുക, മുസ്തഖാത്തുകൾ. അസഹാഭിപ്രായം കൂഫക്കാർ ഫീൽഡാണ്. അപ്പോൾ അതാണ് ഫൽ മഖദുള്ള മസൂഖും മിനൽ ഖുഊദിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടതാണ്. അല്ലാതെ എങ്ങനത്തെ ഖൂദാണ്? ഹുവ, അത് മസ്തറു ലി ആമിലിഹി, അതിൻ്റെ ആമിലിൻ്റെ മസ്തറാണ്. വഹുവ ഖഅത്തു എന്നുള്ളതാണ് ആമിൽ. ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വഅന്നാ കുന്നാ നഖഉദു മിൻഹാ മഖാഇദ ലിസ്സം. കണ്ടോ, മഖായിദ്, അവിടെ ഇരിപ്പിടങ്ങൾ എന്ന് പറഞ്ഞിട്ട് ജിന്നിലുള്ള ആയത്ത്. അപ്പോൾ മഖായിദ അവിടെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നഖഉദു, കാരണം നഖഉദു പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ലഫ്ദ് തന്നെ ആയിരിക്കണം, അത് ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ ലഫ്ദ് തന്നെ ആയിരിക്കണം. ഇൻഷാ അല്ലാഹ് വേറെയും പകരം വരുന്നുണ്ട്, നമ്മളിത് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ അതിൻ്റെ ഇഹ്തിറാജ് നോക്കി. ഫൈൻ സീഗ മിൻ ഗൈരി മസ്തരി ആമിലിഹി, ഇനി അതിൻ്റെ ഈ മഫൂലു ഫീഹിൻ്റെ ആമിലിൻ്റെ മസ്തറിൽ മസ്തർ അല്ലാത്തതിൽ നിന്നാണ് എടുക്കപ്പെടുന്നതെങ്കിൽ, മനസ്സിലാണ്ടോ? ഇവിടെ ഒക്കെ എടുത്തപ്പോൾ നഖൂദ് മഖായിദാന്ന് എടുത്തത്, അതിൻ്റെ ആമിൽ നഖൂദാണ്, നസ്ബ് കൊടുത്ത ആമിൽ നഖൂദാണ്, ആ ഖാദൻ്റെ മസ്തർ ഖൂദ്, അതിൽ നിന്ന് എടുത്തതാണ് മഖായിദ്. ഇനി അതിൻ്റെ ആമിലിൻ്റെ മസ്തർ അല്ലാത്തതിൽ എടുത്തപ്പെട്ടതാണെങ്കിൽ, ആമിലിൻ്റെ മസ്തർ അല്ലാത്തതിൽ എടുക്കപ്പെട്ടതാണെങ്കിൽ, അപ്പോൾ തയ്യന ജറുഹു, അതിനെ ജറു തയ്യനാകും ഫീ കൊണ്ട്. ഇതുപോലെ ഖഅത്തു ഫീ മർമാ സെയ്ദിൻ, അവിടെ ഈ മർമ എന്നുള്ളത് ഏതാ? ഈ അതിൻ്റെ മർമ്മൻ്റെ മാമൂൽ ഇവിടെ ഇപ്പോൾ ഏതാ? അതിൻ്റെ മുത്താലിലേക്ക് ഇപ്പോൾ ഫീ എന്നുള്ളത് ഏതായാലും വരിക ഇപ്പോൾ ഖഅത്തു അപ്പോൾ ഈ ഖഅദാൻ്റെ മസ്തറിന് ഖൂദ് നിർത്തണോ മർമ്മ? അല്ല, അത് റമീന്ന് വന്നാണ്, വ്യത്യാസമുണ്ട്. ഇവിടെ ഇട്ട് അപ്പോൾ ഇവിടെ ഖഅത്തു മർമാ സെയ്ദിൻ പറ്റൂല, അങ്ങനെ ഫീ കൊടുക്കണം, അതാണ് ഫീ കൊടുത്തത്. പിന്നെ കമാ യതഅയ്യനുൽ ജർറു ഫീ ഗൈരി ഹാദിൽ അഖ്സാമി സലാസതി, ഏതുപോലെ കമാ യതഅയ്യനുൽ ജർറു നിർണിതമായതുപോലെ ഫീ ഗൈരി ഹാദിൽ അഖ്സാമി സലാസ, ഇപ്പം പറഞ്ഞ 3 ഖിസ്മുകൾ അല്ലാത്തതിൽ ജർറ് നിർണയമായതുപോലെ. അതെന്തിനാൽ? മിൻ അസ്മാഇൽ മക്കാനി, ഇസ്മു മക്കാനിൽ നിന്നും. അപ്പോൾ മിൻ അസ്മാഇൽ മക്കാനി, മക്കാൻ്റെ ഇസ്മുകളിൽ നിന്നും ഈ പറയപ്പെട്ട ഈ 3 ഖിസ്മുണ്ടല്ലോ, ആ ഖിസ്മ അല്ലാത്തതിൽ ജർറ് തഅയ്യുനായതുപോലെ തന്നെ എന്നർത്ഥം. ഇതുപോലെ നമ്മൾ പറഞ്ഞു മുഖ്തസായിൽ, മുബഹമാണല്ലോ പറയുക, മുഖ്തസിൽ നമ്മൾ പറഞ്ഞു മസ്ജിദ് പോലത്തത് ജർറ് കൊടുക്കണം. ക സല്ലൈതു ഫിൽ മസ്ജിദ്, പള്ളിയിൽ ഞാൻ നമസ്കരിച്ചു. അഖംതു ഫിദ്ദാരി, കണ്ടോ, ഇവിടെ ഫീ കൊടുക്കണം. കാരണം ദാറ് മസ്ജിദൊക്കെ എന്താണ്? അത് മുഖ്തസായ മുഹദ്ദദായ
അല്ലെങ്കിൽ എന്താണ് സൂറത്തുള്ള മക്കാനുകളാണ്. ഇനി ഇതിനെ തൊട്ട് പകരം വരുന്നത്, ഈ ദർഫിനെ തൊട്ട് പകരം വരുന്നത് പലതും ഉണ്ട്. അതുകൊണ്ട് അല്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് സിഫത്ത് വരും. ഇപ്പോൾ ജലസ്തു ഷർക്കിയ ദാരി എന്ന് പറയും. ജലസ്തു ഷർക്കിയ അപ്പോൾ അവിടെ ഷർക്കിയ സിഫത്താണ്, ദർഫ് മക്കാൻ മൻസൂബ. അതിനെ ദർഫ് മക്കാനാക്കും, മൻസൂബാണ്. അതിൻ്റെ മുത്തല്ലക്ക് ജലസായിരിക്കും, ജലസ ഷർക്കിയ ദാരി. അപ്പോൾ അതിൻ്റെ അസലി ശരിക്കും എങ്ങനെ, ജലസ്തു മക്കാനൻ ഷർക്കിയ മിനദ്ദാരി, വീട്ടിൽ നിന്ന് ഷർക്കിയായ സ്ഥലത്ത്, ആ ഭാഗത്ത് മക്കാനിൽ ഞാനിരുന്നു. ജലസ്തു മക്കാൻ എന്നായിരുന്നു, മനസ്സിലായോ? അങ്ങനെ ആ മക്കാനെ കളഞ്ഞിട്ട് അതിൻ്റെ സ്ഥാനത്ത് ഷർക്കി എന്ന് വെച്ചു കൊടുത്തതാണ്. അതുപോലെ തന്നെ എന്താണ്, കുല്ല്, ബാദ്, ജമീ, ആം, നിസ്ഫ്, മിസ്ല്, മിഖ്ദാർ, അയ്യ് പോലത്തതൊക്കെ പകരം വരും. പക്ഷെ അവിടെയൊക്കെ നിബന്ധന എന്താണെന്ന് പറഞ്ഞാൽ ഇവകളെ ഈ മക്കാന്റെ ദർഫിലേക്ക് എന്താക്കണം, മക്കാന്റെ ദർഫിലേക്ക് ഇദാഫത്ത് ചെയ്താൽ. ഇപ്പോൾ മശൈത്ത് കുല്ലൽ ഫർസഖ്, അവിടെ കുല്ല ഫർസഖ് എന്ന് പറഞ്ഞാൽ എന്താ, ദർഫിലെ മക്കാനാണ്, അതിലേക്ക് ഇദാഫത്ത് ചെയ്ത്. അപ്പോൾ കുല്ല നമുക്ക് അവിടെ മഫ്ഊൽ ഫീഹി ആയിട്ട് ഇറാബ് പറയും, മനസ്സിലായോ? അതുപോലെ സിർത്തു മിഖ്ദാറ മൈലിൻ, അല്ലെങ്കിൽ ഇദ്ഹബിഞ്ഞ് പോ അയ്യ മദ്രസത്തിൻ. അപ്പോൾ അയ്യ മിഖ്ദാർ ഇതൊക്കെ അവിടെ എന്താകും, നായിബ് ഫായിൽ. അതിന് തൊട്ട് പകരം മഫ്ഊൽ ഫീഹി തൊട്ട് ദർഫ് മക്കാനെ തൊട്ട് പകരം വരുന്നതാണ്. അതുപോലെ തന്നെ അതതുകൾ, സിർത്തു ഹംസത്ത് അമ്യാലിൻ, 5 മൈൽ ഞാൻ സഞ്ചരിച്ചു, ഹംസത്ത, അതൊക്കെ കാരണം അവർക്ക് ഇദാഫത്ത് ചെയ്തത് എന്തിൽക്കാണ് നോക്കി, നിങ്ങൾ ദർഫിൽക്ക, മദ്രസത്തിൻ, മൈലിൻ, അമ്യാൽ, ഇങ്ങനെ വരിക. അതേപോലെ തന്നെ പറഞ്ഞ 2 ടൈപ്പ് പറഞ്ഞു. ഒന്ന് സിഫത്ത് വരിക, 2 ഇങ്ങനത്തെ കലിമത്തുകൾ, കുല്ല്, ബാദു, ജമീ, നിസ്ഫ്, അയ്യ് പോലത്തെ, മിഖ്ദാർ പോലത്തെ. അതിന് നിബന്ധന എന്താ വെച്ചാൽ ദർഫിൽ ഇദാഫത്ത് ചെയ്യണം. 3ാമത്തെ ടൈപ്പ് അതത് എണ്ണം വരലാണ്, അതാണ് സിർത്തു ഹംസത്ത് അമ്യാലിൻ പറയുക. അതും എന്താവണം, ആ എണ്ണവും ശരിക്കും ശ്രദ്ധിക്കുക. ഞങ്ങൾ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ട്, എണ്ണത്തെ ഫീലിൻ്റെ മസ്തറിലേക്ക് ഇദാഫത്ത് ചെയ്താൽ അത് മഫ്ഊൽ മുത്ലഖാവും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചിരുന്നു മുമ്പേ. നേരെ മറിച്ച് ദർഫിൽ ഇദാഫത്ത് ചെയ്യുമ്പോൾ ഹംസത്ത് അതത് അവിടെ എന്തായി, മഫ്ഊൽ ഫീഹി വന്നു. അതുപോലെ തന്നെ ഇഷാറത്തൊക്കെ നമ്മൾ മഫ്ഊൽ മുത്ലഖിലും പകരം വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശേഷം അതിൻ്റെ മസ്തറായിരിക്കും എന്നതുപോലെ ഇവിടെ എന്താവണം, ഷർത്തിൻ അതിന് ശേഷം ദർഫ് മക്കാനാവണം, ഇസ്മി ഇഷാറക്ക് ശേഷം, മനസ്സിലായില്ലേ? ഇപ്പോൾ എന്താ, തിൽക്കൻ നാഹിയ, ഇൻതബദ്തു തിൽക്കൻ നാഹിയ, എന്താ ഇൻതബദ്തു ഞാൻ വിട്ടുമാറി, തിൽക്കൻ നാഹിയ ആ ഭാഗത്തിൽ. അപ്പോൾ ആ ഭാഗത്ത്, അപ്പോൾ തിൽക്ക അവിടെ എന്താണ് നമ്മൾ ഇറാബ് പറയുക, ഇസ്മു ഇഷാറ കസ്ർ മേൽ മബ്നിയാണ്, തിൽക്കത്തി കാരണം കസ്ർ മേൽ മബ്നിയാണ്, നസ്ബിൻ്റെ മഹല്ലാണ്, ദർഫ് മക്ക എന്ന് പറയും. ലാമ് തിൽക്കല ലാമ് ഭൂതാണല്ലോ, കാഫ് ഖിതാബിനാണല്ലോ, അപ്പോൾ അങ്ങനെ പറയാം. അപ്പോൾ അങ്ങനെ. അതേപോലെ തന്നെയാണ് നമ്മൾ ദർഫ് എന്താണ്, സമാനും പകരം വരും. ദർഫ് സമാനം തൊട്ട് പകരം വരുന്നതുണ്ട്, ദർഫ് സമാനും അങ്ങനെ തന്നെ പകരം വരും. പറഞ്ഞതുപോലെ തന്നെ കുല്ല്, ബാദ്, നിസ്ഫ്, റുബ് പോലത്തത് അതിലേക്ക് നമ്മൾ ഇദാഫത്ത് ചെയ്യണമെന്നേ ഉള്ളൂ. സിർത്തു ജമീഅൻ നഹാർ, കണ്ടോ, നഹാർ പകലിൽ മുഴുവൻ ഞാൻ സഞ്ചരിച്ചു. ജമീ ദർഫായിട്ട് ഇറാബ് പറയും, മനസ്സിലായില്ലേ? സഹർത്തു കുല്ലല്ലൈൽ, അതുപോലെ തന്നെ ഖറഅതു സലാസ സഅത്തിൻ, എന്നൊക്കെ പറയാം. ഖറഅതു സലാസ സഅത്തിൻ അവിടെ അതത് വരിക, 3 മണിക്കൂർ ഞാൻ വായിച്ചു. കാരണം എന്താ, സമാനാണ്. അപ്പോൾ സലാസ അവിടെ എന്താ, ദർഫ് സമാനായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരലുണ്ട്. പിന്നെ ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് കൂടുതലുള്ളത് നമുക്ക് അൽഫിയെന്നൊക്കെ മനസ്സിലാക്കാം. പിന്നെ ദർഫുകളിൻ്റെ എന്താണ്, ദർഫു സമാനുകൾ മബ്നിയായതുണ്ട്, മൂറബുണ്ട്. അതായത് ദർഫു സമാനിൽ അധികരിച്ച് മൂറബാണ്. അതിൽ അക്സറും തന്നെ കൂടുതലും എന്താണ്, സമാഇയായതുമാണ്. ഹീന്, വക്ത്, ദഹ്ർ, സമാൻ, അമദ്, അബദ്, യൗമ്, സാത്ത്, ദഖീഖ്, സാനിയ, സബാഹ്, സുഹ്റ, അസ്റ, മസ, ലൈലൻ, ലൈലത്തൻ, ഇങ്ങനെ കുറേ പറയുള്ളൂ. അതുപോലെ തന്നെ മബ്നിയായതുകൊണ്ട്, മബ്നിയായത് എന്താ, മഅറൂഫായത് ഇപ്പോൾ ഇദാ, ഇത്, അയ്യാൻ, അൽ ആൻ, ഖത്തു, ലദുൻ, മുൻദു, ഇതേപോലത്തെ അംസി, അബദൻ, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത്രയും ചുരുക്കി മനസ്സിലാക്കുക. ബാക്കിയൊക്കെ നമുക്ക് അൽഫിയയിൽ വരും. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് അൽ മഫ്ഊലു മഅഹുവെ സംബന്ധിച്ചാണ്. അൽ മഫ്ഊലു മഅഹു നോക്കാം. വൽ ഖാമിസ് മിനൽ മഫായിലി, മഫായിലിൽ നിന്നും 5ാമത്തേത് അൽ മഫ്ഊലു മഅഹു ആണ്. മഫ്ഊലു മഅഹു ആണ്.
വഹു എന്താണ് മഫ്ഊൽ മാഹു എന്ന് പറഞ്ഞാൽ ഇസ്മാണ്, അതൊരു ഇസ്മാണ്, ഫദ്ലത്തുൻ ഫദ്ലയായ ഇസ്മാണ്, ഉണ്ടല്ല. യഖൗ അത് സംഭവിക്കും ബാദ വാവിൻ വാവിന്റെ ശേഷം, ഉരീദ ബിഹ ആ വാവ് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടു അത്തൻസീസു അലൽ മഅയ്യ ആ മഅയ്യത്തിന്റെ മേൽ കൂടെ എന്നുള്ള അർത്ഥം ഉണ്ടാവും. മഅയ്യത്തിന്റെ മേൽ നസ്സാക്ക ഊന്നിപ്പറയൽ കൊണ്ട് അത് പ്രത്യേകമാക്കപ്പെടും. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മഅയ്യത്തിന്റെ മേൽ ഊന്നിപ്പറയലാണ്. ബിഷർത്തി കൗനിഹ നിബന്ധന ഉണ്ട്, അത് ആ ബിഷർത്തി കൗനിഹ ആ വാവ് ആക എന്ന നിബന്ധനയോട് കൂടെ മസ്ബൂഖത്തൻ ബിഫീലിൻ അതിന്റെ മാക്കബില് എന്താ ഒരു ഫീലിനോട് മുൻകടക്കപ്പെട്ടതാണ്, അതിന്റെ മാക്കബിൽ ഒരു ഫീൽ ഉണ്ടാവണം. അല്ലെങ്കിൽ ലൗമ അല്ലെങ്കിൽ ഒരു ഒന്ന് ഐ ബി ഇസ്മിൻ ഒരു ഇസ്മു കൊണ്ട് മുൻകടക്കപ്പെട്ടതാവണം. എങ്ങനത്തെ ഇസ്മ? ഫീഹി ആ ഇസ്മിലുണ്ട് ഹുറൂഫുഹു ഹു എന്ന് പറഞ്ഞാൽ അൽ ഫീലി ഫീലിന്റെ ഹർഫുകൾ അതിലുണ്ടാവും. വമാനാഹു ആ ഫീലിന്റെ മാനയിലുണ്ടാവും. അഥവാ ഇസ്മു ഫായിൽ ഇസ്മു മഫ്ഊൽ പോലത്തതൊക്കെയാണ്. ഫമിസാലുൽ മസ്ബൂഖത്തി ബിൽ ഫീൽ ഓരോന്ന് ഉദാഹരണം പറയുന്നുണ്ട്. ഫീൽ കൊണ്ട് മുൻകടക്കപ്പെട്ടതിന്റെ ഉദാഹരണം കസിർത്തു വന്നൈല കണ്ടോ, സിർത്തു വാവ് മായത്തിന്റെ മാവാണ് കൂടെ, നീൽ നീൽ സിർത്തു വന്നീല. അപ്പോൾ നൈലിന്റെ അരികിലൂടെ, നൈലിനോട് കൂടെ പറഞ്ഞാൽ നൈലിന്റെ അരികിലൂടെ ഞാൻ സഞ്ചരിച്ചു, കൂടെ സഞ്ചരിച്ചു പറഞ്ഞാൽ അരികിലൂടെ സഞ്ചരിച്ചു, സിർത്തു അവിടെ ഫീലാ വന്നത്. അപ്പോൾ ഇവിടെ ഈ നൈലിന് നസ്ബ് കൊടുക്കുന്ന ആമിൽ ഏതാ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. സജ്ജാജ് ഇമാമൊക്കെ പറഞ്ഞത് വാവാണ് നസ്ബ് കൊടുക്കുന്നതെന്നാ. പക്ഷെ അതല്ല, ഇബ്നു മാലിക് റഹ്മഹുല്ല അൽഫിയിൽ പറഞ്ഞത് മുഖ്താറാക്കിയത് ഫീലോ ഫീലിന്റെ മാനാക്ക് വരുന്നതോ എന്നാണ്. ഇബ്നു മാലിക് അൽഫിയിൽ പറഞ്ഞല്ലോ യുൻസബു താലിൽ വാവി മഫ്ഊലൻ മഅ ഫീ നഹ്വി സീരി വത്തരീഖ മുസ്രിഅ. എന്നിട്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് നസ്ബ് ചെയ്യപ്പെടുന്നത്? ബിമാ മിനൽ ഫിഅലി വശിബ്ഹിഹി സബഖന മുൻകടന്ന ഫീലോ അല്ലെങ്കിൽ ഷിബ്ഹ് ഫീലോ. അതായത് ഷിബ്ഹ് ഫീൽ പറഞ്ഞാൽ ഇസ്മു ഫായിൽ ഇസ്മു മഫ്ഊൽ പോലത്തെ അതിലുള്ള ഒന്നുകൊണ്ടാണ്. ദൻ നസ്ബ് ലാബിൽ വാവി ഫിൽ ഖൗലിൽ അഹഖ് വാവ് കൊണ്ടല്ല, മുഖ്താറായ അഭിപ്രായ പ്രകാരം വാവ് കൊണ്ടല്ല നസ്ബ് ഇട്ടുന്നതിൻ്റെ മാക്കബ സിർത്തുലൻ. ഇതിലിവിടെ ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി അഭിപ്രായ പ്രകാരം സിർത്തുമാണ് അതിൻ്റെ അമൽ. അപ്പോൾ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. വഖൗലിഹി തആല അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൗലി ഫഅജ്മിഉ അംറകും വശുറകാഅകും വാവ് മഅയ്യ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? നിങ്ങൾ ഫജ്മി ഒരുമിച്ച് കൂട്ടുക, അമ്രക്കും നിങ്ങളുടെ കാര്യം, വശുറക്കാക്കും നിങ്ങളുടെ പങ്കുകാരോട് കൂടെ എന്നർത്ഥം. അപ്പോൾ അതാണ് മഅയ്യത്തിന്റെ വാവു മാന്റെ മാന. മിസാലുൽ മസ്ബൂഖത്തി ഇനി ഫീൽ മുൻകടന്നതിന് ഉദാഹരണം പറഞ്ഞു. ഇനി നോക്കാം ഫീലിന്റെ മാനയും ഫീലിന്റെ ലഫ്ദുള്ള എന്ന് പറഞ്ഞാൽ മിസാലുൽ മസ്ബൂഖത്തി ബിമ ഒന്നുകൊണ്ട് മുൻകടക്കപ്പെട്ടതിന്റെ ഉദാഹരണം. എങ്ങനത്തെ ഒന്നാണ്? ഒരു ഇസ്മു ഫീഹി അതിലുണ്ട് ഹുറൂഫുഹു ആ ഫീലിന്റെ ഹർഫുകളും മാനാഹു ആ ഫീലിന്റെ മാനകളുള്ള ഒരു ഇസ്മു മുൻകടക്കപ്പെട്ടതിന് ഉദാഹരണം. നഹ്വു അനസാഇറും വന്നീല നൈലിന്റെ അരികിലൂടെ ഞാൻ സഞ്ചരിക്കുന്നു. അനസാഇറും വന്നീല ഉണ്ടാവും. സാറ ഫീലിന്റെ മാനയിൽ ലഫ്ദും ഉണ്ടല്ലോ, സഞ്ചരിക്കുന്നു. അനസാഇറും വന്നീല നീലിന്റെ കൂടെ ഞാൻ സഞ്ചരിക്കുന്നു. വന്നാഖത്തു ഒട്ടകം മത്രൂക്കത്തിന് ഉപേക്ഷിക്കപ്പെട്ടതാകുന്നു. വഫസീലഹ അതിന്റെ കുട്ടിയോട് കൂടെ കണ്ടോ, മത്രൂക്കത്തുൻ. ഇപ്പോൾ ആമിലുകൾ മത്രൂക്കത്തും മറ്റത്ത് സായിറ. അപ്പോൾ ഫഖർജ ബിദിക്രിൽ ഇസ്മി ഇസ്മിൻ പറയൽ കൊണ്ട് പുറത്തു പോയി അൽ ഫീലു ഫീല് ഇസ്മ എന്ന് പറഞ്ഞല്ലോ. ഇസ്മിനും ഫദ്ലത്തും എന്നല്ല പറഞ്ഞ. അപ്പോൾ ഇസ്മു കൊണ്ട് പുറത്തു പോയി അൽ ഫീല് എങ്ങനത്തെ ഫീൽ? അൽ മൻസൂബ് ബാദൽ വാവിന് ശേഷം മാന്റെ മാനുള്ള വാവിന് ശേഷം വാവുൽ മഅയ്യ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അന്ന് മുതുമറായി അന്ന് മറഞ്ഞ് നസ്ബ് ചെയ്യുന്ന സന്ദർഭം അത് ഔട്ടായി എന്നർത്ഥം. അതാണ് ഫീൽ ഔട്ടായി. അൽ മൻസൂബ് നസ്ബുള്ളതായ നസ്ബ് ചെയ്യപ്പെട്ട ഫീൽ ഔട്ടായി. ബാദൽ വാവിന് ശേഷം നസ്ബ് ചെയ്യപ്പെട്ട ഫീല് ഇസ്മ പറയൽ കൊണ്ട് ഔട്ടായി. നഹ്വു ഖൗലിഹി ഷാരിന്റെ ഖൗല് ലാ തൻഹ അൻ ഖുലുഖിൻ വതഅതിയ മിസ്ലഹു ആറുൻ അലൈക ഇദാ ഫഅൽത അസീമു. ലാ തൻഹ നീ വിരോധിക്കരുത് അൻ ഖുലുഖിൻ ദുസ്വഭാവം കൊണ്ട്. ഇവിടെ ദുസ്വഭാവ ഒരു ദുസ്വഭാവത്തെ തൊട്ട് നീ വിരോധിക്കരുത്. വതഅതിയ മിസ്ലഹു അതേപോലത്തത് നീ ചെയ്യുന്നതോട് കൂടെ നീ കൊണ്ടുവരാൻ നീ ചെയ്യുന്നുണ്ടോ തോന്നിയാസം എന്നിട്ടും ബാക്കിയുള്ളവർ അതുകൊണ്ട് വിരോധിക്കുകയും ചെയ്യുക. അത് ശരിയല്ല. അണ്ട വതഅതിയ വാവ് അന്ന് മറിഞ്ഞ് തഅതിയ നസ്ബ് ചെയ്തതാ വാവുൽ മഅയ്യ. അപ്പോൾ ഇത് ഔട്ടായി. ഇത് അഫുൽ മാഹു എന്ന് പറയൂല തഅതിയക്ക്. അപ്പോൾ നസ്ബ് ചെയ്തത് ആരാ? അന്ന് മറിഞ്ഞിട്ടാ. ലാ തൻഹ നീ വിരോധിക്കരുത് അൻ ഖുലുഖിൻ ഒരു ദുസ്വഭാവത്തെ തൊട്ട് വതഅതിയ മിസ്ലഹു അതേപോലത്തത് നീ ചെയ്യുന്നതോട് കൂടെ. അതെന്താ? ഈ ആറുൻ അതൊരു മഹദൂഫായ മുത്താന്റെ ഖബറ. അപ്പോൾ അങ്ങനെ ചെയ്താൽ ഇത് അങ്ങനെ ചെയ്യുന്നത് ആറുൻ അത് എന്താണ്? വലിയ കുറ്റം തന്നെയാണ്, ആക്ഷേപം തന്നെയാണ്.
ആറിൻ്റെ സിഫത്താണ് അസീമുൻ. അതിൻ്റെ ഇടയിൽ ഇതാ ഫാൽത്ത വന്നതാ. അലൈക്കൻ്റെ മുത്താലിക്ക് അസീമാണ്. അപ്പോൾ എങ്ങനെ ഒരു ആറ് ഹാദ ഇത് അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ ഖബർ ആറുൻ കുറ്റം തന്നെ, അത് ആക്ഷേപം തന്നെയാണ്. അസീമുൻ വലിയ വലിയ ആക്ഷേപം തന്നെയാണ് അലൈക്ക നിൻ്റെ മേൽന ഇതാ ഫാൽത്ത നീ അങ്ങനെ ചെയ്താൽ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഫൈനഹു അപ്പോൾ തീർച്ചയായും കാര്യം ലാ യുസമ്മ ഈ തെത്തിയ എന്നുള്ളതിനെ എന്താ വിളിക്കപ്പെടൂല, മഫൂല മാഹു എന്ന് പറയൂല. കാരണം ലി കൗനിഹി ലൈസിസ്മൻ, ലി കൗനിഹി അത് ലൈസിസ്മൻ ഇസ്മ അല്ല എന്ന കാരണത്താൽ, ലി കൗനിഹി അതായതിനു വേണ്ടി, ലൈസിസ്മൻ ഇസ്മ അല്ലാത്തതിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഇസ്മ അല്ലാത്ത കാരണത്താൽ എന്നർത്ഥം. ഫീലാണല്ലോ. വക്കതൽ ജുംലത്തുൽ ഹാലി, അതുപോലെ തന്നെ ഹാലിയ ജുംലി ഔട്ടായി. നഹു ജഅനി എൻ്റെ അടുക്കൽ വന്നു, സെയ്ദുൻ സെയ്ദ്, വശംസു താലിയ ഷംസു താലിയ ആയതോടുകൂടെ ആ അവസ്ഥയിൽ. അപ്പോൾ വശംസു എന്നുള്ളത് അത് ഹാലിയാണ്, അത് ഔട്ടായി. ഷംസ് സൂര്യൻ ഉദിക്കുന്ന അവസ്ഥയിൽ സെയ്ദ് എൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ ഹാലും ഔട്ടാവും, ഫീലൊക്കെ ഔട്ടായി. ഇനി വബി ദിക്രിൽ ഫദ്ല വഹു ഇസ്മുൻ ഫദ്ലത്തു എന്ന് പറഞ്ഞല്ലോ. വബി ദിക്രിൽ ഫദ്ലത്ത് കൊണ്ട് ഔട്ടായത് ഉംദ ഔട്ടായി. നഹു ഇതുപോലെ ഇസ്തറക്ക സെയ്ദുൻ വ അമ്രുൻ, ഇസ്തറക്ക സെയ്ദും അമ്രും പങ്കുചേർന്നു. ഇവിടെ ഈ നമുക്ക് എന്താ വബി ദിക്രിൽ വാവിൽ ഇവിടെ അതടുത്ത വിഷയം. ഇസ്തറക്ക സെയ്ദുൻ വ അമ്രുൻ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ രണ്ടും സെയ്ദും അമ്രും ഇതാണ്. ഇവിടെ നമുക്ക് മാ ഇട്ട് കൊടുക്കാൻ പറ്റൂല, അല്ല മയത്തിൻ്റെ വാവാക്കാൻ പറ്റൂല. അതെന്തുകൊണ്ടാണ്? ഇസ്തറക്കൻ്റെ കൂടെ രണ്ടെണ്ണമാണ് എപ്പോഴും. അങ്ങനെ ചില ഫീലുകളുണ്ടല്ലോ, ഇസ്തറക്ക പരസ്പരം പങ്കുചേർന്ന രണ്ടാൾ വേണ്ടേ. ഇസ്തറക്ക, തദാറബ, തആമല, തസാറ, ഇഖ്തതല, തഖാതല, ഇസ്തറക്ക, തജാദല, ഇഖ്തലഫ, ഇങ്ങനത്തെ കുറേ ഫീലുകളുണ്ട്. അതിനൊക്കെ രണ്ടാൾ വേണം. അപ്പോൾ രണ്ടത് എന്താണ്? അപ്പോൾ നമുക്ക് അവിടെ എന്താണ് ഇത് മയത്തിൻ്റെതാക്കാൻ പറ്റൂല. അപ്പോൾ അത് എന്താവും? ഇത് ഔട്ടാവും, ഔട്ടായി. ഇത് രണ്ടും എന്താണ്? വബിദിക്രിൽ വാവി, വാവ് കൊണ്ട് ഔട്ടായി. ബാദൽ വാവി എന്നറിയില്ലേ, ആ വാവ് കൊണ്ട് പുറത്തുപോയി. അൽ മജ്റൂബി മാ കൊണ്ട് മജ്റൂർ, കൂടെ എന്നുള്ള അർത്ഥം തന്നെ ആയിരിക്കും, പക്ഷെ മാ കൊണ്ടുള്ളതും ഔ ബാ ഇൽ മുസാഹബ, മുസാഹബത്തിന്റെ ബാ കൊണ്ടുള്ള മജ്റൂർ ഔട്ടാവും. മുസാഹബത്തിന്റെ പറഞ്ഞാലും കൂടെ മാന കിട്ടും, മായും കൂടെയും കിട്ടും എന്ന് കരുതി അതിന് ശേഷമുള്ളത് വാവുൻ മാൻ്റെ മാനാണല്ലോ എന്ന് കരുതി ഇവക്ക് ശേഷമുള്ളതും മഫ്ഊൽ മാഹു എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. നഹു ജിഅ്തു ഞാൻ വന്നു, മാ സെയ്ദിൻ സെയ്ദിനോട് കൂടെ. സംഭവമൊക്കെ ശരി, കൂടെ മാനുണ്ട്, പക്ഷെ സെയ്ദിന് നമുക്ക് എന്താക്കൂല, മഫ്ഊൽ മാഹു ആക്കാൻ പറ്റൂല. വബിഅതുകൽ അബ്ദ, അബ്ദിനെ നിനക്ക് ഞാൻ വിറ്റു, ബി സിയാബിഹി അവൻ്റെ വസ്ത്രത്തോടൊപ്പം തന്നെ കൂടെ. അപ്പോൾ വസ്ത്രത്തോടൊപ്പം തന്നെ അബ്ദിനെ എനിക്ക് വിറ്റു. അപ്പോൾ ഇവിടെയൊക്കെ കൂടൻ്റെ മാനുണ്ടെങ്കിലും എന്ത് പറ്റൂല, ഇവിടെ ഒന്നും മഫ്ഊൽ വാവല്ല, അതുകൊണ്ട് മഫ്ഊൽ മാഹു ആക്കാൻ പറ്റൂല. വബിദിക്രിഹി ഇറാദത്തി തൻസീസി അലൽ മഅയ്യ, മഅയ്യത്തിൻ്റെ മേൽ ഊന്നിപ്പറയൽ കൊണ്ട് തൻസീസാക്കൽ, ഇറാദത്തി തൻസീസിനെ ഉദ്ദേശിക്കൽ കൊണ്ട് മഅയ്യത്തിൻ്റെ മേൽ, അതുകൊണ്ട് പുറത്തുപോയി. നഹു ജാഅനി സെയ്ദുൻ വ അമ്രുൻ, എൻ്റെ അടുക്കൽ വന്നു സെയ്ദുൻ വ അമ്രുൻ, സെയ്ദും വന്നു അമ്രും വന്നു. ഇവിടെ ഇതിൽ വാവു, കാരണം ഇവിടെ വാവ് എന്താണ്? ഫീഹി ഇതിൽ, ജാഅനി സെയ്ദും അമ്രും എന്ന് പറഞ്ഞാൽ ലിമുജറദിൽ അത്ഫി, വെറും തനിച്ചൊരു അത്ഫിന് വേണ്ടിയാണ്. ആര് സെയ്ദ് ആദ്യം വന്നേക്കാം, അമ്രും വന്നേക്കാം, തനി വെറും അത്ഫ് മാത്രമാണ്. മനസ്സിലായോ? വൽ മഅയ്യത്താകട്ടെ അത് ഉസ്തുഫീദത്ത്, അത് ഫായിദ എടുക്കപ്പെടും. മിനൽ മാന, അർത്ഥത്തിൽ ആ മാനയിൽ നിന്നാണ് എന്താണ് മഅയ്യത്തിനെ എടുക്കപ്പെടുക. ഇവിടെ ജാനി സെയ്ദ് അമ്ര എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് തനിച്ചൊരു അത്ഫ് മാത്രമാണ്, സെയ്ദും അമ്രും വന്നേ ഉള്ളൂ. അപ്പോൾ അത് ഔട്ടായി. അപ്പോൾ മഅയ്യത്തിൻ്റെ മേൽ ഊന്നി പറയൽ കൊണ്ട് എന്നുള്ളത് ഔട്ടായി. വബിദിക്രി സബഖിൽ ഫീലി വശിബിഹി, മുമ്പ് ഫീലോ ഫീലിനോട് സാദൃശ്യമുള്ളതോ, ഇസ്മു ഫീൽ ഇസ്മു ഫീലുകളൊക്കെ അതിൽ പെടുട്ടോ. ഷിബു ഫീലിനോട്, വ ഷിബിഹി ഫീലിനോട് സാദൃശ്യമാകുന്ന പറയുമ്പോൾ ഏതൊക്കെ പെടും? ഫീല് ഇസ്മു ഫായിൽ പെട്ടു, ഇസ്മഫൂലോട് മസ്തറും ഇസ്മു ഫീലൊക്കെ പെടുക. അതവിടെ ഉദാഹരണം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇസ്മു ഫായിലിന് ഉദാഹരണം പറയുകയാണെങ്കിൽ സെയ്ദുൻ, അത് നമ്മൾ പറഞ്ഞു. ഇസ്മഫൂലിനും ഇതിൽ പറഞ്ഞിട്ട് ഒട്ടകത്തിൻ്റെ കാര്യം. മസ്തറും പെടും. ആജബനി, എന്നെ അത്ഭുതപ്പെടുത്തി. സെയ്റുക്ക, നിന്റെ സഞ്ചരിക്കൽ, നിന്റെ സഞ്ചാരം. വത്തരീക്ക, വഴിയോട് കൂടെ, വയ്യരികിലൂടെ, കൂടെ എന്ന് പറഞ്ഞാൽ വയ്യരികിലൂടെ. സെയ്റുക്ക മസ്തർ വരും. അതേപോലെ തന്നെ എന്താ ഇസ്മുഫീലും വരും. റുവൈദക്ക വൽ മരീദ എന്ന് പറയും. റുവൈദക്ക അംഹിൻ്റെ മാന, നീ സാവകാശം കാണിക്കുക, വൽ മരീദ രോഗിയോട് കൂടെ. അപ്പോൾ അതൊക്കെ വരും. അതാണ് ഷിബുഹ് ഫീൽ എന്ന് പറഞ്ഞത്. നഹ്വു, അപ്പോൾ അങ്ങനത്തെ മുൻകടക്കണം, ഒന്നുകിൽ ഫീലോ അല്ല ഷിബുഹ് ഫീലോ. അപ്പോൾ അതുകൊണ്ട് മുൻകടക്കാത്ത ഔട്ടാവും. നഹ്വു ഇതുപോലെ കുല്ലു റജുലിൻ വബൈഅതുഹു, കണ്ടോ? കുല്ലു റജുലിൻ, എല്ലാ റജുലും, വബൈഅതഹു എന്നറിയാൻ പറ്റില്ല, വബൈഅതു തന്നെ പറയണം. മനസ്സിലായോ? സംഭവം എല്ലാ റജുലും അവൻ്റെ ബൈഅത്തിനോട് കൂടെ. ബൈഅത്ത് എന്ന് പറഞ്ഞാൽ അവൻ്റെ തൊഴിൽ അല്ലെ ജോലി. അപ്പോൾ അവിടെ വാവ് സംഭവം മാൻ്റെ മാനാണ്. വാവ് സംഭവം മാൻ്റെ മാനൊക്കെ തന്നെയാണ്.
അപ്പോൾ കുല്ലു റജുലിൻ എല്ലാ റജുലും വ ബൈഅത്തുഹു അവൻ്റെ ജോലിയോടുകൂടെ. എന്നിട്ട് അവർ ഖബർ കളഞ്ഞതാ. ഖബർ കളയൽ വുജൂബായ സന്ദർഭത്തിൽപ്പെട്ടതാണ്. നമ്മൾ അൽഫിയൻ്റെ അവിടെ പറയുന്നുണ്ട്. ഏത് അൽഫിയൻ്റെ മുബ്താ ഖബറിൻ്റെ ബാബിൽ, ഇബ്തിദാഇൻ്റെ ബാബിൽ അവിടെ പറയുന്നുണ്ടല്ലോ, ഖബറിനെ കളയൽ വുജൂബായ ഒരു സന്ദർഭമാണ്. വബഅദ വാവിൻ അയ്യനത് മഫ്ഹൂമ കമിസ്ലി കുല്ലു സാനിഇൻ വമാ സന. വബഅദ വാവിൻ, വാവിന് ശേഷം എങ്ങനത്തെ അയ്യനത്ത് മഫ്ഹൂം മാൻ്റെ മായനയെ അതെന്താക്കും, അത് നിർണിതമാക്കുന്ന കുല്ലു സാനി വമാസന. നമ്മൾ അൽഫിയിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്, ക്ലാസ് കേട്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനത്തെ ഒന്നാണ്. അപ്പോൾ അവിടെ ഖബർ കളഞ്ഞതാണ്. അപ്പോൾ മുഖ്തരിനാനി നോക്കണം. കുല്ലു റജുലിൻ വദയഅതുഹു മുഖ്തരിനാനി. പിന്നെ കൂഫക്കാരെ അഖ്ഫച്ചിമൻ മറ്റു അഭിപ്രായങ്ങളൊക്കെ നമ്മൾ അൽഫിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഏതായാലും ഇതെന്താക്കാൻ പറ്റൂല, ഫലാ യജൂസു നസ്ബുഹു, ഇവിടെ വദയഅത്ത എന്ന് പറയാൻ പറ്റൂല. കാരണം എന്താ, ലിഅദമി സബഖിൽ ഫീലി, ഈ കുല്ലു വാവിൻ്റെ മുമ്പ് ഫീൽ മുൻകടന്നിട്ടുണ്ടോ? ഇല്ല, ലിഅദമി സബഖിൽ ഫീലി മുൻകടക്കാത്ത കാരണത്താൽ വലാ മാ ഒരു ഇസ്മും ഫീഹി, ഇസ്മിലുണ്ട്, മാനാഹു ഫീലിൻ്റെ മാന. അപ്പോൾ ഫീലിൻ്റെ മാനുള്ളൊന്നും, അഥവാ ഇസ്മു ഫീല് മസ്തർ ഇസ്മഫാൽ ഇസ്മഫുൽ ഇതൊന്നും മുൻകടന്നിട്ടില്ല. അപ്പോൾ ഇവിടെ പറ്റൂല. ഇനി വലിൽ ഇസ്മിൽ വാഖി ബാദൽ വാവിൽ മസ്ബൂഖത്തി, സംഭവിച്ച ഇസ്മിനുണ്ട് ബാദൽ വാവിൽ മസ്ബൂഖത്തി ബി ഫീലിൻ, ഫീല് കൊണ്ട് മുൻകടക്കപ്പെട്ട ഔ അല്ലെ മാ ഒരു ഇസ്മ് ഫീഹ് അതിലുണ്ട് മാനാഹു ഫീലിൻ്റെ മാന. അപ്പോൾ ഫീലോ ഫീലിൻ്റെ മാനായോ ഉള്ളത് മുൻകടക്കപ്പെട്ട വാവിന് ശേഷം സംഭവിച്ച വാഖിയ ഇസ്മിനുണ്ട് ഹാലാത്തുൻ, പല അവസ്ഥകളുണ്ട്. മിൻഹാദിൽപ്പെട്ടതാണ് അന്നഹു തീർച്ചയായും കാര്യം ഖദ് യജിബു നസ്ബുഹു, ആ വാവിന് ശേഷം വാഖിയായ ഇസ്മിന് നസ്ബ് നിർബന്ധമാകും അലൽ മഫ്ഊലി മാഹു എന്ന അടിസ്ഥാനത്തിൽ. വദാലിക അതെപ്പോഴാണ്, ഇദാ കാനൽ ആത്തുഫു, അത്തുഫാകുമ്പോഴാണ്, മുംതനിയൻ ചിലപ്പോൾ ആത്തുഫാക്കാൻ പറ്റൂല, നമുക്ക് വാവിൻ്റെ അത്തുഫിൻ്റെ വാവാക്കാൻ പറ്റൂല. അതെന്തുകൊണ്ടല്ലേ, മാനിയൻ മാനവിയൻ, വല്ല മാനവീയായ അർത്ഥം വെച്ച് നോക്കുമ്പോൾ പ്രശ്നമായിരിക്കും. അപ്പോൾ മാനവീയായ വല്ല തടസ്സമുള്ള കാരണത്താൽ നമുക്ക് അത്തുഫാക്കാൻ പറ്റൂല. അപ്പോൾ അവിടെ നമുക്ക് മഴയത്തിൻ്റെ മാന കൊടുക്കേണ്ടി വരും. കൗലിക്ക, നിൻ്റെ കൗല് പോലെ, ലിമൻ ഒരുത്തനോട്, യൻഹ അവൻ വിരോധിക്കുന്ന, അനിൽ ഖബീഹി ഒരു മോശത്തെ തൊട്ട് വിരോധിക്കുക, വയത്തിയഹു അവനത് ചെയ്യുന്നതോടുകൂടെ, ഒരു തോന്നിയാസം ചെയ്യുന്നുണ്ട്, അതോടുകൂടെ അവന് വേറൊരുത്തനോട് അതിനെ തൊട്ട് വിരോധിക്കുകയും ചെയ്യുന്നുണ്ട്. അവനോട് ഇനി പറയും, ലാ തൻഹ നീ വിരോധിക്കരുത്, അനിൽ ഖബീഹി ഈ ഒരു തിന്മയെ തൊട്ട് മോശത്തെ തൊട്ട്, വ ഇത്തിയാനഹു എന്നറിയണം, നീ അത് ചെയ്യുന്നതോടുകൂടെ, നീ അത് കൊണ്ടുവരുന്നതോടുകൂടെ നീ ആ ഖബീഹിനെ തൊട്ട് എന്താണ്, നീ വിരോധിക്കരുത് എന്ന് പറയണം. അവിടെ നമുക്ക് വ ഇത്തിയാന തന്നെ പറയണം. ഇവിടെ വ ഇത്തിയാനു അത്തുഫിൻ്റെ വാവാക്കാൻ പറ്റില്ല. അപ്പോൾ മുറാദ് മുറാദ് മാറും. നോക്കുക, ഇത് കാരണം ലൗ അത്തഫ്ത, ഇനി ഇവിടെ അനിൽ ഖബീഹി വ ഇത്തിയാനിഹി എന്ന അത്തുഫ് ചെയ്താൽ ലക്കാനൽ മാന എങ്ങനെ തീരും, ലാ തൻഹ നീ വിരോധിക്കരുത്, അനിൽ ഖബീഹി ഒരു മോശത്തെ തൊട്ടും, വ നിത്യാനിഹി ആ മോശം കൊണ്ടുവരുന്നതിനെ തൊട്ടും എന്നാവും. വേണ്ട, മാന മാറിയില്ല. വഹുവ ഖിലാഫുൽ മുറാദ്, അത് ഉദ്ദേശിച്ച മാനാക്കെതിരാണത്. ഒരു തോന്നിയാസം ചെയ്യരുത്, അതിന് തോന്നിയാസത്തെ ഇനി ഒരു തോന്നിയാസത്തെ എതിർക്കരുത്, അത് തോന്നിയാസം കൊണ്ടുവരുന്നതിന് ഇനി എതിർക്കരുത് എന്നാവും. അത് ശരിയാവില്ലല്ലോ. അപ്പോൾ അവിടെ നമുക്ക് എന്താണ്, വാവും മണയത്തിൻ്റെ തന്നെ കൊടുക്കണം. മഫൂല് മാഹു ആക്കൽ വുജൂബാകും, വൈത്തിയാനഹു എന്ന് വയ്ക്കണം. ഒരു തോന്നിയാസം കൊണ്ടുവരുന്നതോട് കൂടെ ഇനി അതിനെ തൊട്ട് വിരോധിക്കരുത് നോക്കണം. അല്ലെങ്കിൽ അപ്പോൾ ഒരു മാനവീയാണ്, മാന ശരിയാകുന്നില്ല, അതാണ് മാനവീയ തടസ്സം എന്ന് പറഞ്ഞത്. ഔലിമാനീൻ സിനായിയൻ, സിനായി എന്ന് പറഞ്ഞാൽ ലഫ്ദിയായ എന്നർത്ഥം. അല്ലെങ്കിൽ ലഫ്ദിയായ പദപരമായി നമുക്ക് നോക്കുമ്പോൾ ഇറാപരമായിട്ടൊക്കെ പ്രശ്നമായിരിക്കും. അപ്പോൾ ലഫ്ദിയായിട്ട് നഹ്വിയായിട്ട്, അപ്പോൾ ലഫ്ദിയായ വല്ല തടസ്സവും ഉണ്ടാവും. വമിൻ ഹയിൽപ്പെട്ടതാണ് കൗലുക്ക നിൻ്റെ കൗല്, കുംതു ഞാൻ നിന്നു, വസൈദൻ സെയ്ദിനോട് കൂടെ, വമറർത്തു ബിക്ക നിൻ്റെ അരികിലൂടെ നടന്നു, വസൈദൻ സെയ്ദിൻ്റെ അരികിലൂടെയും, സെയ്ദിൻ്റെ കൂടെ, കുംതു ഞാൻ നിന്നു, വസൈദൻ സെയ്ദിൻ്റെ കൂടെ, വമറർത്തു ബിക്ക നിൻ്റെ അരികിലൂടെ സഞ്ചരിച്ചു, വസൈദൻ സെയ്ദിനോട് കൂടെ എന്ന് പറയാം. ഇവിടെ ഇപ്പോൾ ഇത് കാരണമല്ല അത്തഫ്ത, ഇവിടെ ഇപ്പം ഇങ്ങനെ അത്തഫ് ചെയ്തിട്ട് കുംതു വസൈദുൻ വമറത്തു ബിക്ക വസൈദുൻ എന്നൊക്കെ പറഞ്ഞാൽ, മറത്തു ബിക്ക വസൈദിൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതിലോ അത്തഫ്ത ഈ അത്തഫ് ചെയ്യുകയാണെങ്കിൽ, അത്തഫിം അങ്ങനെയല്ല വരിക, ഫീ ഹിമാവ രണ്ടിലും ലസിമ ഫിൽ അവലി. അപ്പോൾ ആദ്യത്തെ ലസിമ ഫിൽ അവലി, ആദ്യത്തെ ലാസിമാവും അല്ല അത്തുഫ് എങ്ങനത്തെ അല ദമീരിൽ മർഫുൽ മുത്തസിലായ മർഫുവായ ദമീറിൻ്റെ മേലെ അത്തുഫ് ചെയ്യൽ നിർബന്ധമാകും. മിൻ ഗൈരി തൗക്കീദിൻ, ഒരു മുൻഫസിലായ ദമീർ എടുത്തു പറഞ്ഞുകൊണ്ട് തൗക്കീദ് ചെയ്യാതെ, അല്ലെങ്കിൽ ഫാസിലിമ എന്തെങ്കിലും ഒരു ഫാസിലും ആണല്ലോ. മുത്തസിലായ ദമീറിൻ്റെ മർഫുവായ മുത്തസിലാൻ്റെ മേലേക്ക്
നമ്മൾ അത്ഫ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഫാസില അല്ലെങ്കിൽ മുൻഫസിലായ ദമീർ കൊണ്ട് തൗക്കീദ് ചെയ്യണം. അപ്പോൾ അതൊന്നുമില്ലാതെ മുത്തസിലായ മർഫുആയ ദമീറിന്റെ മേലെ അത്ഫ് ചെയ്യൽ ആദ്യത്തെ പറഞ്ഞാൽ ഖുംതു വസൈദൻ, അതാണ് അതിലെന്താവും ഇത്, അതാണ് കാരണം പറഞ്ഞത്. ഇത് കാരണം ലോ അത്തഫ്തങ്ങി അത്ഫ് ചെയ്യണ ഫീഹിം അവ രണ്ടിലും ലസിമ ഫിൽ അവ്വലി, ഒന്നാമത്തെ പറഞ്ഞാൽ ഖുംതു വസൈദൻ പോലത്തതിൽ, അതാ ഒന്നാമത്തെ. ലാത്തുഫു ലാസിമാകും അല്ല ദമീറിൽ മർഫുൽ മുത്തസിലായ മർഫുആയ ദമീറിന്റെ മേൽ അത്ഫ് ചെയ്യൽ ലാസിമാകും മിൻ ഗൈരി തൗക്കീദിൻ ബി മുൻഫസിലായ ദമീർ കൊണ്ടുവന്ന് തൗക്കീദ് ചെയ്യാതെ ഫാസിലിമ്മ അല്ല എന്തെങ്കിലും ഒരു ഫസലില്ലാതെ തൗക്കീദ് അവിടെ അത്ഫ് ചെയ്യൽ ലാസിമാകും. അത് ശരിയല്ല സഹാഭിപ്രായത്തിൽ കേട്ടോ. പക്ഷേ ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹിന്റെ അടുക്കൽ അത് പറ്റും. വലത്തുഫു ഈ ഇവിടെ വാജിബ് എന്ന് പറഞ്ഞാൽ ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി അൽഫിൽ പറഞ്ഞു വലത്തുഫു യുംകിൻ ബിലാ ദാഫിൻ ഹഖ് വനസ്ബ മുഖ്താറുൻ ലദാ ദുഅഫിൻ നസഖ് അൽഫിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ വന്നസ്ബ് മുഖ്താർ ലദാ ദുഅഫിൻ നസഖ്, അത്ഫിൻ നസഖ് അവിടെ ദുർബലമാകുന്ന നേരത്തിൽ നസ്ബ് മുഖ്താറാണ്. അപ്പോൾ മറ്റും പറ്റുന്നുണ്ട്, പക്ഷെ ഇവിടെ വുജൂബ് എന്നാണ് പറഞ്ഞത്. വഫിസാനി രണ്ടാമത്തെ മറർത്തു ബിക്ക വസൈദ് എന്നുള്ള പ്രശ്നം എന്താ? അല്ല അത്തുഫ്. അപ്പോൾ ലഫ്ദിയായ പ്രശ്നങ്ങളാണല്ലോ ഇവിടെ. അല്ല അത്തുഫ് അല ദമീറിൽ മജ്റൂറായ ദമീറിന്റെ മേൽ അത്തുഫ് ചെയ്യൽ ലാസിമാകും മിൻ ഗൈരി ഇആദത്തിൽ ജർരി, ജറിന്റെ ഹർഫിനെ മടക്കി കൊണ്ടുവന്ന്. ശരിക്കും എങ്ങനെ പറയേണ്ടത്? അത്തുഫ് ചെയ്യുകയാണെങ്കിൽ വമറർത്തു ബിക്ക വബി സെയ്ദിൻ ഇങ്ങനെ പറയണം. അത് അപ്പം അങ്ങനെ പറയാതെ വസൈദിൻ നമ്മൾ വായിച്ചാൽ ജറിന്റെ ജാറിനെ മടക്കി കൊണ്ടുവരാതെ മജ്റൂറായ ദമീറിന്റെ മേൽ അത്തുഫ് ചെയ്യൽ ലാസിമാകും. വക്കിലാഹുമ ഇവ രണ്ടും ലാ യജൂസ് അലൽ ഖൗലി ലാ സഹി ഫീഹിമ. കണ്ടോ ഇബ്നു ഹിശാം ഇവിടെ പറയുന്നുണ്ട് അവ രണ്ടിലും അസഹാഭിപ്രായത്തിൽ കൗലടിസ്ഥാനത്തിൽ ഇത് ജായിസ് അല്ല ഈ പറഞ്ഞ രീതി. അപ്പോൾ മോളത്തേൽ നമ്മൾ എന്തെങ്കിലും ഫസിലോ അല്ലെങ്കിൽ മുൻഫസിലായ ദമീർ കൊണ്ട് തൗക്കീദ് ചെയ്യണം, രണ്ടാമത്തേൽ ജാറും കൊണ്ടുവരണം, അതാണ് അസഹാഭിപ്രായം. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ വായിക്കാം? കുംതു വസൈദൻ വമറത്തു ബിക വസൈദൻ എന്ന് മഫ്ഊൽ മാഹു ആയിട്ട് വായിക്കണം. മനസ്സിലായി? അപ്പോൾ സെയ്ദിനോട് കൂടെ ഞാൻ നിന്നു, വമറത്തു ബിക നിന്നോട് അരികിലൂടെ ഞാൻ നടന്നു, വസൈദൻ സെയ്ദിന്റെ കൂടെ എന്ന് വെക്കാം. വഅശറ ബിഖൗലിഹി അലൽ അസഹി എന്ന തൻ്റെ കൗല് കൊണ്ട് മുസന്നിഫ് ഇഷാറത്താക്കിയില്ല അന്ന മിനൻ നഹ്വീൻ. എങ്ങോട്ടാ? അതാ ഞാൻ പറഞ്ഞത്. അതിൻ്റെ മിനൻ നഹ്വീന തീർച്ചയായും നഹ്വീങ്ങളിലുണ്ട് മൈ യുജവ്വിസുൽ അത്ഫ ബിഹിമ, അവ രണ്ടിലും അത്ഫിനെ ജായിസാക്കുന്നവരുണ്ട് ബിലസ്തിറാത്തി ഷൈഇൻ, ഒരു നിബന്ധനയുമില്ലാതെ, ഒരു നിബന്ധനയില്ലാതെ അങ്ങനെ പറ്റുമെന്ന് പറഞ്ഞവരുണ്ടല്ലോ. അതാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇബ്നു മാലിക് അങ്ങനെ പറഞ്ഞു മുഖ്താർ, പക്ഷേ അവിടെ ഇബ്നു മാലിക് മഫ്ഊൽ മഹാക്കല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒന്നും വേണ്ടെന്ന അഭിപ്രായക്കാരുണ്ട്. തൊക്കനിസാലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായി. അപ്പോൾ സഹ അഭിപ്രായത്തിലാണ് പറഞ്ഞത്. ഇനി വമിൻഹ അതിൽപ്പെട്ടതാണ് ഐ അന്നഹു തീർച്ചയായും കാര്യം, പല അവസ്ഥകൾ ഹാലാത്തുകൾ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് പറയാം. വമിൻഹ ആ ഹാലാത്തിൽപ്പെട്ടതാണ് അന്നഹു തീർച്ചയായും കാര്യം യതറജ്ജഹുൽ മഫ്ഊലു മാഹു അലൽ അത്ഫ്, അത്ഫ് ചെയ്യുന്നതിനേക്കാളും മുന്തി നിൽക്കും മഫ്ഊൽ മാഹു. വദാലിക്കയുടെ ഫീ നഹ്വി കുൻ അൻത വസൈദൻ കൽ അഖി പോലോത്തതിൽ കുൻ നീ ആകുക, കുൻ അൻത നീ ആകുക, വസൈദൻ സെയ്ദിനോട് കൂടെ കല്ലാഹി ഒരു സഹോദരനെ പോലെനാ. അപ്പോൾ അവിടെ കൽപ്പന നിന്നോടേ ഉള്ളൂ, സെയ്ദിനോടില്ല. ഇനി സെയ്ദിൻ്റെ കൂടെ ഒരു സഹോദരനെ പോലെ ആകുന്നേ ഉള്ളൂ, സെയ്ദിനോട് അവരെ കൽപ്പന അല്ല. ഇവിടെ നമ്മൾ അത്ഫ് ചെയ്താൽ നോക്കുക ലി, കാരണം അന്നൊക്കെ തീർച്ചയായും ഇനി ലൗ അത്തഫ്ത സെയ്ദൻ, സെയ്ദിനെ അത്ഫ് ചെയ്തു, കുൻ അൻത വസൈദൻ അത്ഫ് ചെയ്ത് നിൽക്കുക. കുൻ അൻത വസൈദുൻ എന്ന അത്ഫ് ചെയ്താൽ അല ദമീരി ഫി കുൻ എന്ന ദമീറിൽ കുൻ എന്ന ദമീറിന്റെ മേലേക്ക് അത്ഫ് ചെയ്ത് പറയാ. അപ്പോൾ സെയ്ദ് എന്ന് വായിക്കുക. അപ്പോൾ ലലസിമ യക്കൂന സെയ്ദുന്നാവൽ അനിവാര്യമാവും. ലാസിമാവും യക്കൂന സെയ്ദാവൽ മഅ്മൂറൻ കൽപ്പിക്കപ്പെട്ടവനാൽ നിർബന്ധമാവും. ഇവിടെ ഇപ്പോൾ കുൻ അൻത നീ ആവുക, സെയ്ദൻ സെയ്ദിന്റെ കൂടെ സഹോദരനെ പോലെ ആവുക എന്നാ. അവിടെ സെയ്ദിനോട് കൽപ്പനല്ല. നേരെ മറിച്ച് കുൻ അൻത സെയ്ദുൻ നീ ആവുക സെയ്ദും ആവുക എന്ന് വായിച്ചാൽ അപ്പോൾ ലലസിമ യക്കൂന സെയ്ദുൻ സെയ്ദ് ആവുക നിർബന്ധമാകും, മഅ്മൂറൻ കൽപ്പിക്കപ്പെട്ടവനാവും, സെയ്ദിനോട് കൽപ്പന വരും. പക്ഷെ വാൻത നീ ആകട്ടെ ലാ തുരീദു അൻ തഉമുറഹു, അവനോട് നീ കൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആ നിലയിൽ വാൻത നീ ലാ തുരീദ് ഉദ്ദേശിക്കുന്നില്ല അൻ തഉമുറഹു, സെയ്ദിനോട് കൽപ്പിക്കാൻ. അപ്പോൾ മറിച്ച് വൈന്നമാ തുരീദ് നീ ഉദ്ദേശിക്കുന്നത് അൻ തഉമുറ മുഖാത്തബക, നിന്റെ മുഖാത്തബിനോട് കൽപ്പിക്കാനാണ്. ബിയ യക്കൂന മാഹു ആ സെയ്ദിന്റെ കൂടെ ആവാൻ കല്ലഹ് ഒരു സഹോദരന്റെ കൂടെ ആവണം, ഒരു സഹോദരനെ പോലെ സെയ്ദിന്റെ കൂടെ ഞാൻ ആവണം എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം അങ്ങനത്തെ സ്ഥലത്ത് എന്താക്കണം, അവിടെ ഉദ്ദേശിച്ച മയന മാറും. അതുകൊണ്ട് അവിടെ മഫ്ഊൽ മാഹു അവിടെ മുൻഗണന. വക്കദാ ഖൗലുഹു പ്രകാരം തന്നെയാണ് ഷായറിന്റെ ഖൗല് ഫകൂനു അൻതും വബനി അബീക്കും കശബിഹിൽ കുല്യതൈനി മിനത്തിഹാലി. ഫകൂനു നിങ്ങളാവുക, അൻതും നിങ്ങൾ, വബനി അബീക്കും കണ്ടോ നിങ്ങളുടെ ബാപ്പയുടെ മക്കളോട് കൂടെ ആവുക. എങ്ങനെ ആവുക? അവരോട് കൽപ്പനല്ല, നിങ്ങളുടെ കൽപ്പന ഉള്ളൂ. കശിബിഹിൽ കുല്യത്തിന് രണ്ട് കിഡ്നി സാദൃശ്യമായതുപോലെ മിനത്തിഹാലി പ്ലീഹയോട്,
അപ്പോൾ ആ കുർബ് ഉണ്ടാകുന്ന ഷർഹ് കാണാം. അപ്പോൾ തിഹാലോട് ആ കുർബ് അപ്പോൾ ആ പ്ലീഹയോടുള്ള 2 കിഡ്നിയുടെ സാദൃശ്യം പോലെ, അടുപ്പം പോലെ നിങ്ങളുടെ ബാപ്പയുടെ മക്കളോട് കൂടെ നിങ്ങൾ എന്താവുക, നിങ്ങളായിത്തീരുക എന്ന്. അതാണ് ഫക്കൂനു, നിങ്ങളായിത്തീരുക, വബനി അബീക്കും എന്ന്. അല്ലാണ്ട് നിങ്ങളും നിങ്ങളുടെ വാപ്പാൻ്റെ മക്കളും ആവുക എന്നല്ല. നിങ്ങൾ ആയിത്തീരുക വബനി അബീക്കും, നിങ്ങളുടെ ഉപ്പയുടെ മക്കളോട് കൂടെ എന്നാ. വമിൻ ഹനി, അതിൽപ്പെട്ടതാണ്, ഈ ഹാലാത്തുകളിൽപ്പെട്ടതാണ്, അന്നഹു, തീർച്ചയായും കാര്യം, യദ്ഉഫുൽ മഫ്ഊലു മാഹു, മഫ്ഊലു മാഹു എന്നുള്ളത് ദുർബലമാകും, വയതറജ്ജഹുൽ ആത്തുഫു, ആത്തുഫ് മുന്തിൽക്കും, ആത്തുഫായി മുൻഗണന. വദാലിക, അതെപ്പോഴ, ഇതാ അംകനൽ ആത്തുഫു, ആത്തുഫ് സാധ്യമാവുകയാണെങ്കിൽ, ബിഗൈരി ദൂഫിൻ, ഒരു ദുർബല ദൂഫും കൂടാതെ, ഫിൽ ലഫ്ദിൽ വലാഫിൽ മാനയിലല്ല, ലഫ്ദിൽ ഒരു പ്രശ്നമില്ല, ഒരു ദൗഫും കൂടാതെ അത്തുഫ് സാധ്യമാവുകയാണെങ്കിൽ അപ്പോൾ മുൻഗണന എന്തിനാണ്? അത്തുഫിനാണ്. അത് ഇബ്നു മാലിക് പറഞ്ഞു, വല്ലാത്തുഫ് ഈ ഉംകിൻ ബിലാ ദാഫിൻ അഹഖ്. ഉണ്ടോ, ഒരു ദുർബലയും ഇല്ല, അതിലൊരു ദുർബലയും വരൂലെങ്കിൽ, ഒരു അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ അത്തുഫ് ചെയ്യലാണ് അഹക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഹുക്കുമിൽ തശ്രീക്കാക്കൽ, അത് തശ്രീക്കാണ് അതമു തശ്രീക്കിനേക്കാളും നല്ലത് എന്നാ. ഹുക്കുമിൽ 2 പങ്കാളിയാക്കലാണ് ഒരുത്തനെ പങ്കാളിയാക്കാതിരിക്കുന്നതിനെക്കാട്ടും നല്ലത് എന്നാ. അപ്പോൾ വലാഫിൽ മാനലല്ല എന്ന് പറയാൻ കാരണം, കമാഫി നഹവി ഖാമ സെയ്ദുൻ വ അമ്രുൻ. ഇപ്പോൾ അത്തുഫാക്കി വായിക്കുമ്പോൾ സെയ്ദും അമ്രും വന്നു, അപ്പോൾ ഖിയാം എന്ന ആ ഹുക്കുമിൽ 2 പങ്കു ചേർന്നു. അതാണ് ഏറ്റവും നല്ലത്. നേരം വെച്ചാൽ ഖാമ സെയ്ദുൻ വ അമ്രൻ എന്ന് പറഞ്ഞാൽ സെയ്ദ് ഇപ്പോൾ മാനയിൽ പ്രശ്നമില്ല. അതാ പറഞ്ഞത് ലഫ്ദിൽ ദുർബലത കൂടാതെ എന്ന് പറയാൻ കാരണം അതാ. മാനയിൽ പ്രശ്നം വരുന്നുണ്ടല്ലോ. ഇപ്പോൾ മാന പറയുമ്പോൾ ഖാമ സെയ്ദ് നിന്നു അമ്രിൻ്റെ കൂടെ എന്ന് കണ്ടോ. ഖാമ സെയ്ദ് വ അമ്രൻ എന്ന് പറഞ്ഞാൽ അമ്രിൻ്റെ കൂടെ സെയ്ദ് നിന്നു, മാനയിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. പക്ഷേ ലഫ്ദ് കൊള്ള നോക്കുമ്പോൾ നമുക്ക് ഖിയാമിൻ്റെ ഹുക്കുമിൽ അമ്രിനെ പങ്കെടുക്കാൻ കഴിയൂല. അപ്പോൾ അങ്ങനെ അമ്രുൻ എന്ന് നമ്മൾ അത്തുഫ് ചെയ്ത് വായിച്ചാൽ ആ ഖിയാം എന്ന ഹുക്കുമിൽ അമ്രിനെ നമുക്ക് പങ്കു ചേർക്കാൻ കഴിയും. അപ്പോൾ അതമു തശ്രീക്കിനേക്കാളും നല്ലത് തശ്രീക്കാകുന്നു. മനസ്സിലായി എനിക്ക്? അതാണ് പറഞ്ഞത്. കാരണം അതാണ് പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ലഫ്ദാ നോക്കേണ്ടത്. അതാണ് നമ്മൾ ലഫ്ദിൻ്റെ കാര്യമാണ് പറയുന്നത്. മാന ഹുക്കുമിൽ ഇപ്പോൾ 2 ഒരേപോലെ ആയിരിക്കും. അപ്പോൾ സെയ്ദ് അമ്രും വന്നു, സെയ്ദിൻ്റെ കൂടെ അമ്രു എന്ന് പറഞ്ഞാലും പ്രശ്നം വരുന്നുണ്ടാവില്ല. അല്ല, അമ്രിൻ്റെ കൂടെ സെയ്ദ് എന്ന് പറഞ്ഞാൽ പ്രശ്നം വരില്ല. അപ്പോൾ ലഫ്ദ് കൊള്ളാതാ പറഞ്ഞത്. ലഫ്ദിൽ അതെന്താ, ഒരു ദുർബലത അല്ലെങ്കിൽ ദോഫൊന്നും ഇല്ലെങ്കിൽ അത്തുഫ് സാധ്യമാകാൻ അതാണ് നല്ലത്. കാരണം അന്നല്ല അത്തുഫ് പറഞ്ഞാൽ ഹുവൽ അസ്ൽ, അതാണ് അടിസ്ഥാനം. വക്കത് അംകന ബിലാ ദോഫിൻ, ഒരു ദോഫും കൂടാതെ അത് സാധ്യമാകുന്ന അവസ്ഥയിൽ. മനസ്സിലായോ? അപ്പോൾ കാരണം ലിയന്നൽ അത്തുഫ് ഹുവൽ അസ്ലു, അതാകുന്നു അടിസ്ഥാനം. വഖദ് അംകന ബിലാ ദോഫിൻ, ഒരു ദുർബലതയും കൂടാതെ അത് സാധ്യമാകുന്ന അവസ്ഥയിൽ അർത്ഥം. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.